കുറേ ദിവസമായിട്ട് കടലക്കറിയൊക്കെ ഒന്ന് വെച്ചിട്ട് 2 ദിവസം മുമ്പ് സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ ഈ സാധനം ഞാൻ നോക്കി വേവിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ തലേദിവസം രാത്രി ഞാൻ കടലെടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ അതിനെ നന്നായിട്ടൊന്ന് കഴുകി കുക്കറിൽ ഒന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ. മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ടാണ് വേവിക്കാൻ വെച്ചത്. ഒരു സൈഡിൽ കൂടെ ഞാൻ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പമാണ് ഇന്ന് കടലയ്ക്ക് കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ക്യാബേജ് ഞാൻ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് 2 വിസിലൊക്കെ ആയപ്പോൾ തന്നെ കടല വെന്തിട്ടുണ്ട്. അതിൽ കുറച്ച് കടല ഞാൻ എന്തെന്ന് അറിയാമോ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലെടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജ് ആണെന്ന് തോരൻ, മീനും കൂടെ പൊരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഉള്ളി വെച്ചക്കാനും ഒന്ന് ക്യാബേജ് ഒന്ന് വേവിച്ചെടുക്കാനും കേട്ടോ. അങ്ങനത്തെ കടുവൊക്കെ വറുത്തിട്ട് രണ്ടിലും ഓരോന്നെടുത്ത് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ കൂടെ അപ്പവും കൂടെ തകൃതിയായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പത്തിന് ചുടുമ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കാറില്ല കേട്ടോ. തലേ ദിവസം തന്നെ തേങ്ങ വെള്ളത്തിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ചേർത്ത് കള്ളാക്കിയിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ചതച്ചെടുക്കുകയാണ് കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. എന്നിട്ട് ഉള്ളി വെച്ചക്കിയിട്ട് കടല ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മളിത് നൂത്ത് വരുമ്പോൾ തന്നെ കടല വേവിച്ച് വെള്ളം തന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കടലയില്ലേ അതും കൂടെ അരച്ച് നമ്മുടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് തിളച്ച് നമ്മുടെ കടലക്കറി റെഡി. അപ്പോൾ ഇത്രയുള്ള അടുത്ത കാണാൻ ടാറ്റാ.